നമസ്കാരം. ബറ്റാലിയൻ പാരമ്പര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കം കാരണം ഇസ്രയേൽ സൈന്യത്തിൽ കലാപമെന്ന റിപ്പോർട്ട്. തെക്കൻ ഇസ്രയേലിലെ നെഗേവ് ഭരിമോവിലെ തെയ്മാർ സൈനിക ക്യാമ്പിൽ നിന്ന് ഗിവാത്തി ബ്രിഗേഡിന്റെ സാംബാർ ബറ്റാലിയനിലെ 100ഓളം സൈനികർ ഇറങ്ങിപ്പോയെന്നാണ് ഇസ്രയേലി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തെ ഗുരുതരമായ അച്ചടക്ക ലംഘനമായി കണക്കാക്കി സൈന്യം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ സൈനികർ സ്ഥാപിച്ച ബോർഡുകൾ നീക്കം ചെയ്യാൻ കമാൻഡർ ആവശ്യപ്പെട്ടതാണ് സൈനികരെ ചൂടിപ്പിച്ചത്. പുതുതായി എത്തുന്നവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഭാഷയാണ് ബോർഡുകളിൽ ഉള്ളത് എന്നാണ് സൈന്യം പറയുന്നത്. എന്നാൽ ഇത് ബറ്റാലിയനിൽ കാലങ്ങളായി പിന്തുടരുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് വാദിച്ചാണ് സൈനികർ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ക്യാമ്പ് വിട്ട് ഇറങ്ങിയത്. ഹമാസിന്റെ ആയുധം ഉപേക്ഷിക്കലിനെ ചുറ്റിപ്പറ്റി പശ്ചിമേഷ്യയിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതിനിടെ ഇസ്രയേലിനകത്ത് വലിയ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയാണ്. ഗാസയിൽ പൂർണ്ണ സമാധാനം ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയെന്ന് പറയപ്പെടുന്ന പുതിയ ധാരണയെക്കുറിച്ചാണ് ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ. എന്നാൽ ഈ നിർദ്ദേശത്തോടെ ഇസ്രയേൽ ഭരണകൂടത്തിലെ എല്ലാവരും യോജിക്കുന്നില്ല. പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ നേതാക്കൾ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ കരാറിന്റെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് ഹമാസ് ഘട്ടം ഘട്ടമായി ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പകരമായി ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുക എന്നതാണ്. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന് ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെൻഗ്വിൻ തുറന്നു പറഞ്ഞു. ഹമാസിനെ വിശ്വസിച്ച് സൈന്യത്തെ പിൻവലിക്കുന്നത് ഭാവിയിൽ മറ്റൊരു വലിയ ആക്രമണത്തിനും കൂട്ടക്കൊലയ്ക്കും വഴിയൊരുക്കുന്നതിന് തുല്യമാണെന്നാണ് ഇറ്റാമറിന്റെ വിമർശനം. സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും ഇറ്റാമർ ആവർത്തിച്ചു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തെ ചരിത്രപരമായ ഒരു വഴിത്തിരിവായി വിശേഷിപ്പിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ദീർഘകാല സമാധാനം ഉറപ്പാക്കാനും ഈ കരാറിന് കഴിയുമെന്ന് ട്രംപ് പറഞ്ഞു. ഹമാസും ഗാസയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളും ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറായിട്ടുണ്ടെന്നും അത് അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നും ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ അറിയിച്ചു. ഗാസ ഇനി ഭീകരപ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകില്ലെന്നും ഇസ്രയേലിന് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേൽ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. കരാറിനെ കുറിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും വ്യക്തമായ നിലപാടൊന്നും തന്നെ അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കരാർ യഥാർത്ഥത്തിൽ എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഇതിനിടെ ഹമാസും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിന്മാറാതെ തങ്ങൾ ആയുധം കൈവിടില്ലെന്നാണ് ഹമാസ് വക്താക്കൾ പറയുന്നത്. അതിനാൽ ഇരുവിഭാഗങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ചർച്ചകൾ ഇപ്പോഴും സങ്കീർണ ഘട്ടത്തിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാഷിംഗ്ടണിൽ നടന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഗാസ വിഷയവും ആയുധം ഉപേക്ഷിക്കലും വിശദമായ ചർച്ചയായിരുന്നില്ലെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ ഈ പദ്ധതിയിൽ തൃപ്തരാണെന്നാണ് ട്രംപ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഗാസയുടെ ഭരണ ചുമതല ഒരു പുതിയ തദ്ദേശീയ ഭരണസമിതിക്ക് കൈമാറുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര സമാധാന സമിതി മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നാണ് ട്രംപിന്റെ പദ്ധതി. ഹമാസ് ചർച്ചാ സംഘത്തിലെ പ്രമുഖ അംഗമായ ഗാസി ഹമദും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. സ്വന്തം ജനങ്ങളുടെ സുരക്ഷയും ദുരിതങ്ങളും കണക്കിലെടുത്താണ് ഇത്തരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായതെന്ന് ഗാസി പറഞ്ഞു. ആയുധം ഉപേക്ഷിക്കലിൽ ഇസ്രയേൽ നേരിട്ട് ഇടപെടില്ലെന്നും ഗാസയുടെ ഭരണ ചുമതല ഏറ്റെടുക്കുന്ന പുതിയ ദേശീയ ഭരണസമിതിയാണ് ഈ പ്രക്രിയ നടപ്പാക്കുകയെന്നും ഗാസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിന്റെ കൈവശമുള്ള ഭാരമേറിയ ആയുധങ്ങളും ഭൂഗർഭ തുരങ്കങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും എല്ലാം ഈ പുതിയ ഭരണസമിതിക്ക് കൈമാറാനാണ് തയ്യാറാക്കിയിരിക്കുന്ന റോഡ് മാപ്പിൽ പറയുന്നത്. ഇതെല്ലാം അന്താരാഷ്ട്ര മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. സുരക്ഷ ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഗാസയുടെ പുതിയ ഭരണ സംവിധാനം പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുക. കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഗാസയിലെ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇസ്രയേൽ ആക്രമണങ്ങളും ഹമാസിന്റെ പ്രത്യാക്രമണങ്ങളും പല ഭാഗങ്ങളിലും തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനാൽ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്.
പുതിയ പദ്ധതിയുടെ ഭാഗമായി ഗാസയിൽ അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ വിന്യസിക്കാനും നിർദ്ദേശമുണ്ട്. ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുന്ന കാലയളവിൽ സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതായിരിക്കും ഈ സേനയുടെ പ്രധാന ചുമതല. സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ബോർഡ് ഓഫ് പീസ് എന്ന സമാധാന സംവിധാനവും പദ്ധതിയുടെ ചില വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഗാസയിൽ ഘട്ടം ഘട്ടമായി അധികാരം പുതിയ ഭരണസമിതിയിലേക്ക് കൈമാറുമെന്നും ഹമാസിന്റെ ആയുധങ്ങൾ സുരക്ഷിതമായി ശേഖരിച്ച് സൂക്ഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ഗാസയുടെ ആഭ്യന്തര സുരക്ഷയുടെ പൂർണ്ണ ചുമതലയും പുതിയ ഭരണസമിതിക്കായിരിക്കും. മാസങ്ങളോളം നീണ്ട രഹസ്യ ചർച്ചകൾക്കൊടുവിലാണ് ഈ ധാരണയിലെത്തിയതെന്ന് ബോർഡ് ഓഫ് പീസ് ഹൈ റെപ്രസെന്റേറ്റീവ് നിക്കോളാസ് മ്ലാഡേവനോവ് വ്യക്തമാക്കി. എല്ലാ വിഭാഗങ്ങളുടെയും നിരവധി ഘട്ടങ്ങളായി ചർച്ച നടത്തി ശേഷമാണ് ഈ റോഡ് മാപ്പ് തയ്യാറാക്കിയതെന്നും നിക്കോളാസ് പറഞ്ഞു. ട്രംപിന്റെ പുതിയ നീക്കത്തെ യൂറോപ്യൻ യൂണിയനും സ്വാഗതം ചെയ്തു. യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ മേധാവി കാജ കല്ലാസ് ഈ കരാർ സമാധാനത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണെന്ന് പറഞ്ഞു. എന്നാൽ ഇത് വിജയകരമായി നടപ്പാക്കാൻ ഇനിയും നിരവധി കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു. ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും ഹമാസിന്റെ ആയുധം ഉപേക്ഷിക്കലും ഒരേ വേഗതയിൽ മുന്നോട്ടു പോകണമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നിലപാട്. ഇരു കാര്യങ്ങളിലും സമതുലിതമായ സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ ദീർഘകാല സമാധാനം സാധ്യമാകൂ എന്നും യൂറോപ്യൻ നേതാക്കൾ വിലയിരുത്തുന്നു. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. സമീപകാലത്ത് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിച്ച ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വാർത്തയാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എല്ലാ വിഭാഗങ്ങളും സഹകരിച്ചാൽ ഈ കരാർ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇസ്രയേലിലെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇപ്പോഴും വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. സർക്കാരിനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതിനാൽ അന്തിമ തീരുമാനം എപ്പോഴുണ്ടാകുമെന്നത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ ഇസ്രയേലിന്റെ ഔദ്യോഗിക പ്രതികരണത്തിലേക്കാണ് നീങ്ങുന്നത്. കരാറിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉടൻ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ യോഗം ചേരും. ഈ യോഗത്തിൽ കരാറിന്റെ നടപ്പാക്കൽ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അധികാര കൈമാറ്റം എന്നിവ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ പുതിയ റോഡ് മാപ്പ് വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞാൽ ഗാസയിൽ പുതിയൊരു ഭരണ സംവിധാനം നിലവിൽ വരാനും വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിനും രക്തച്ചൊരിച്ചിലിനും അവസാനമാകാനും സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതീക്ഷ. എന്നാൽ അതിനു മുൻപ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രധാന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.